ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു മിൽക്ക് ഷേക്കാണ്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള മിൽക്ക് ഷേക്ക്. അപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു സോസ് പാനിലേക്ക് 500 മില്ലി പാലൊഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 കപ്പ് കോക്കോ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോക്കോ പൗഡറും പാലും കൂടെ നല്ലോലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഓണാക്കി കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2/3 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി പഞ്ചസാരയും പാലും കോക്കോ പൗഡറും നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പാലും കോക്കോ പൗഡറും കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ 2/3 കപ്പ് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്. തിള വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്കൊരു 1/2 കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്കിപ്പം വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചോക്ലേറ്റ് പാലായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് എല്ലാം നല്ലോണം ഒന്ന് മെൽറ്റ് ആവണം ചോക്ലേറ്റ്. അപ്പോൾ ഏകദേശം ചോക്ലേറ്റ് എല്ലാം നല്ലോണം ഈ പാലായിട്ട് മിക്സ് ആയിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3.5 ടീസ്പൂൺ കോൺഫ്ലവർ 4 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണിത്. 3.5 ടീസ്പൂൺ കോൺഫ്ലവർ 4 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ്. എന്നിട്ട് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല കലക്കിക്കൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അതിപ്പം എല്ലാ ഡിഷിലും നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കലക്കിക്കൊണ്ട് വേണം നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലായിട്ട് കോൺഫ്ലോർ നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ കോൺഫ്ലോറും പാലും കൂടെ ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ട് അതൊന്ന് ജസ്റ്റ് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മിൽക്ക് ഷേക്കാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മിൽക്ക് ഷേക്ക്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് മിൽക്ക് ഷേക്ക് നല്ല തിള വന്ന് എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. പാലായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണിത്. ഇനി ഞാൻ എന്താണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്ട് കിട്ടും നമുക്ക്. ഇതൊന്ന് നമുക്കിനി ചൂടാറാൻ വെക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ എന്ത് സിമ്പിളാണ് ഉണ്ടാക്കാനില്ലേ. അപ്പം ഞാൻ ദാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കിട്ടുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്യുമെന്നും പറഞ്ഞാൽ അത് ഭയങ്കര തിക്കായിട്ടൊന്നും ഇരിക്കത്തില്ല. നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാം. എന്ത് സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ വളരെ രുചിയുള്ളൊരു മിൽക്ക് ഷേക്കും കൂടിയാണിത്. മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ എങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.